ഹലോ ഗൈസ്, അപ്പോൾ ഇന്നുണ്ടല്ലോ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പോയ ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചട്നി മാമിയിൽ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമാണ് ഈ തെങ്കാശിയിൽ പോകണം. നമ്മുടെ ഗ്ലാമി ഗംഗയുടെ വ്ളോഗും പിന്നെ നമ്മുടെ ലക്ഷ്മി നായറിൻ്റെ ഒക്കെ വ്ളോഗ്സിൽ കാണിക്കും ഇങ്ങനെ തെങ്കാശി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. പിന്നെ അവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമായിരുന്നു തെങ്കാശി പോകണം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചട്നി മാമിന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി തെങ്കാശി പോകാമെന്ന്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ റംബൂട്ടാനോടുള്ള സ്നേഹം. അങ്ങനെ നമ്മൾ റംബൂട്ടാൻ വഴിയിൽ കണ്ടു, അത് മേടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ റംബൂട്ടാൻ 10 മിനിറ്റ് പോലും സാധനം നിന്നില്ല എന്നുള്ളതാണ്, കാലിയായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോണ വഴിയിൽ ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടു. അവിടെ ഒരുപാട് പേര് ആക്ച്വലി വന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട്. ഡ്രസ്സൊക്കെ കൊണ്ടുപോയി, നമ്മളും ഡ്രസ്സൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ നമുക്കും കുളിക്കായിരുന്നു. അത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ ആയിരുന്നു. അതിൻ്റെ ഒരു സൈഡൊക്കെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആയെന്നറിയാമോ. അതിൽ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്ത് ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് വേറെ തന്നെ ഒരു രാജ്യത്ത് പോയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഓരോ സ്പേസൊക്കെ കാണുമ്പോൾ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു കാറിൽ നമ്മൾ എപ്പോഴും ഡ്രൈവ് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നിർത്തി പോകാം, എന്താന്ന് വെച്ചാൽ നമുക്ക് മേടിച്ച് കഴിക്കാം. അതൊരു വേറെ തന്നെ ഫീലിംഗ് ആണ് അല്ലേ. പിന്നെ ഇതെല്ലാം നമ്മൾ തെങ്കാശിയിലോട്ട് പോകുന്ന റൂട്ടാണ്. നിങ്ങൾ തന്നെ നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. നല്ലൊരു എന്താ പറയുക, നമ്മൾ പോയൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചെറിയതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ചാടുന്നുണ്ടായിരുന്നു. എന്നാൽ ഫുൾ മഴയും അല്ലായിരുന്നു. അപ്പം നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ ബോർഡർ ചിക്കൻ കഴിച്ചിട്ട് തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഒരുപാട് വർഷം മുന്നേ ഇവിടെ പോയതാണ്, പക്ഷെ അന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇത്തവണ അവർ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. റഹ്മത്തിൻ്റെ തന്നെ പുതിയൊരു ഇച്ചിരി കൂടെ വലിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചപ്പോൾ തന്നെ ഫാനായി കേട്ടോ. പൊറോട്ട, എൻ്റെ ദൈവമേ, ഇവിടുത്തെ പൊറോട്ട എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ. പൊറോട്ടയും ആ ഗ്രേവിയും മാത്രം മതി ആക്ച്വലി. പിന്നെ മട്ടൻ ബിരിയാണിയാണ് പറഞ്ഞത്, അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പൊറോട്ട ഞാൻ സത്യം പറഞ്ഞ 3 കഴിച്ചു, കാരണം അത്ര അടിപൊളിയായിരുന്നു. പിച്ചിപ്പോട്ട് കോഴിയും അവരുടെ ഫേമസ് ആണല്ലോ, അതും പറഞ്ഞായിരുന്നു. പിന്നെ കൊതി തോന്നി ഒരു ചിക്കൻ ഫ്രൈ പറഞ്ഞു, കാരണം എനിക്ക് തമിഴ്നാട്ട് അതായത് നമ്മൾ ഈ തമിഴ്നാട് ബിരിയാണിയൊക്കെ മേടിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ചിക്കൻ 65 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചുമ്മാ പറഞ്ഞതാണ് ചിക്കൻ ഫ്രൈ. വന്നപ്പം ഇവിടുത്തെ ആ ചിക്കൻ 65യുടെ സെയിം ടേസ്റ്റ് ആയിരുന്നേ. ഓഹോ, ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ഇത്രയും നമ്മൾ ട്രാവൽ ചെയ്ത് പോയത് തന്നെ ഭയങ്കര വർത്തായിട്ട് ഫീൽ ചെയ്തത് ആ ഫുഡ് കഴിച്ചപ്പോഴാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തെങ്കാശിയിൽ പോയിട്ട് ഓരോ സ്പോട്ടിലായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ചായയും പിന്നെ അവിടുന്ന് ഫ്രൂട്ട്സ്, അതായത് മാങ്ങ, പേരയ്ക്ക, അതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി സത്യം പറഞ്ഞാൽ തെങ്കാശി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫുൾ ഒരു നേച്ചർ ആണ് മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ അവിടെ ഒരു ടെമ്പിളും ഉണ്ട്. അല്ലാതെ എനിക്കറിയത്തില്ല ഇവിടുത്തെ സ്പോട്ട്സ്, എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് സൂര്യകാന്തിയൊക്കെ പൂക്കുന്ന സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ കുറച്ച് റിസർച്ച് ചെയ്ത് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് പോകണം. ഇത് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് പോയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് പ്ലേസസ് കവർ ചെയ്തില്ല. പക്ഷെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു എന്താ പറയുന്നത്, നമ്മളൊരു പാടം എന്നല്ലേ പറയാ, അവിടെ നമ്മൾ ഇറങ്ങിയായിരുന്നേ. അവിടുത്തെ കാറ്റ് ഇപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്തുകൊണ്ട് ഇത്രയും വിൻഡ് മില്ലുണ്ടെന്നേ. എൻ്റെ ദൈവമേ, അവിടുത്തെ കാറ്റും, നമ്മളവിടെ ഓൾമോസ്റ്റ് ഒരു 1/2 hour to 1 hour അവിടെ ചുമ്മാ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പം എന്തായാലും നമ്മൾ വിചാരിച്ച് കുറച്ച് ചായയും സ്നാക്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ ചെന്ന് എന്താ പറയുക, ചെയറിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് ആ ഒരു നേച്ചർ നമുക്ക് എൻജോയ് ചെയ്യണം. ആക്ച്വലി ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും നമുക്ക് 1 day പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ്. ഭയങ്കര നമുക്ക് റിലാക്സ് ചെയ്യാനും ഈ ഒരു ബിസി ലൈഫിൽ നിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയ പ്ലേസാണ്.